ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നവീൻ. എല്ലാവർക്കും ഞങ്ങളുടെ ചാനലായ ബ്രേക്ക് ആൻഡ് റൈഡിലേക്ക് സ്വാഗതം. ബ്രേക്ക് ആൻഡ് റൈഡിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണിത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ രുദ്രപ്രയാഗിൽ നിന്ന് ഗൗരികുണ്ട് പോയി കേദാർനാഥ് വരെയുള്ള ട്രക്കിങ്ങാണ് കണ്ടത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേദാർനാഥിൻ്റെ കുറച്ച് വിശേഷങ്ങളും കുറച്ച് ചരിത്രവും അതിനുശേഷം മലയിറങ്ങിയിട്ട് രുദ്രപ്രയാഗിലെ ഗുപ്തകാശിയിൽ നമ്മുടെ റൂമിലേക്ക് പോയിട്ട് പിറ്റേ ദിവസം ഗുപ്തകാശിയിൽ നമ്മുടെ റൂമിനോട് ചേർന്ന് തന്നെ കേദാർനാഥിനോളം പഴക്കമുള്ള 2 അമ്പലങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കൂടി കാണാം കേട്ടോ. നമ്മളീ കാണുന്നത് വൈകുന്നേരം 6 കൂടി തുടങ്ങിയ സന്ധ്യാരതിയുടെ ചില ദൃശ്യങ്ങളാണ്. കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ പ്രധാന ചരിത്രവും ഐതിഹ്യം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പാണ്ഡവരുമായിട്ട് ബന്ധപ്പെട്ട ഈ കഥ എന്ന് പറയുന്നത് കുരുക്ഷേത്ര യുദ്ധത്തിൽ ബന്ധുക്കളെ കൊലപ്പെടുത്തിയ പാപത്തിൽ നിന്നും മുക്തി നേടാനായിട്ട് പാണ്ഡവർ ശിവനെ ദർശിക്കാനായിട്ട് എത്തി. എന്നാൽ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് ശിവൻ ഒരു കാളയുടെ രൂപം ധരിച്ചു. പാണ്ഡവർ ഈ കാളേനെ പിടിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ ഭൂമിയിൽ ശിവൻ താന്നുപോയി എന്നാണ് കരുതപ്പെടുന്നത്. ഇതിൽ കാളയുടെ പുറകിലെ ഭാഗം, അതായത് മുഴ അവശേഷിച്ച ഇടമാണ് കേദാർനാഥ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. സന്ധ്യാരതിക്ക് ശേഷം ഞങ്ങൾ ഏകദേശം ഒരു 8 മണിയോട് കൂടി റൂമിലേക്ക് പോയി അവിടെ റെസ്റ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ദർശനത്തിനായി ക്യൂ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. രാവിലത്തെ ദൃശ്യങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. കാരണം ഹിമാലയത്തിൻ്റെ പകൽ ദൃശ്യങ്ങൾ അത് കണ്ടുതന്നെ അറിയണം. ഞങ്ങൾ ചെന്ന സമയത്തത്തെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സാധാരണ ഇവർ പറയാറുള്ള സീസൺ ടൈമിൽ ക്ഷേത്രത്തിന് ചുറ്റും കിലോമീറ്ററോളം ക്യൂ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ്. ഇവിടെ വഴിപാടെന്ന് പറയുന്നത് മഹാഭിഷേകം, രുദ്രാഭിഷേകം, അർച്ചന എന്നിവയാണ്. ഭക്തർക്ക് പ്രത്യേക പൂജകൾ വഴിപാടായിട്ട് നടത്താം. ഇതിനായിട്ട് ചാർധാം ദേവസ്ഥാനം ബോർഡ് വഴിയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. മെയ് മുതൽ ജൂൺ വരെയും സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ് സന്ദർശനത്തിന് ഏറ്റവും അനുയോജ്യമായിട്ട് പറയുന്നത്. ഈ സമയങ്ങളിൽ കാലാവസ്ഥ പൊതുവെ നല്ലതായിരിക്കും, അതുപോലെ ട്രക്കിങ്ങിനും അനുകൂലമായിരിക്കും. ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലഘട്ടം മൺസൂൺ കാലഘട്ടമാണ്. അപ്പോൾ നല്ല മഴയും മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാവും. ഞങ്ങൾ പോയപ്പോഴും മഴ കിട്ടി, മണ്ണിടിച്ചിലും ചെറുതായിട്ട് ഉണ്ടായിരുന്നു. ഒക്ടോബറിന് ശേഷം താപനില 0 പോകും, പിന്നെ നല്ല തണുപ്പായിരിക്കും. 8-ാം നൂറ്റാണ്ടിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആദിശങ്കരാചാര്യരാണ് ഈ ക്ഷേത്രം പുനരുദ്ധീകരിച്ചെന്ന് കരുതപ്പെടുന്നത്. അദ്ദേഹം തൻ്റെ 32ാമത്തെ വയസ്സിൽ കേദാർനാഥിൽ വെച്ചിട്ടാണ് സമാധിയായെന്നും പറയപ്പെടുന്നുണ്ട്. ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് കൂറ്റൻ ചാര കളറിലുള്ള കരിങ്കല്ലുകൾ കൊണ്ടാണ്. അതിശക്തമായ തണുപ്പിനെയും പ്രകൃതിക്ഷോഭങ്ങളൊക്കെ അതിജീവിക്കാനുള്ള കരുത്തതിനുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇതുകൂടാതെ ഈ ക്ഷേത്രം ഏകദേശം 400 വർഷത്തോളം, അതായത് AD 1300 to 1900 കാലഘട്ടങ്ങളിൽ ഈ ക്ഷേത്രം മഞ്ഞുമലയ്ക്കിടയിൽ പൂർണ്ണമായും മറഞ്ഞു കിടന്നതായിട്ട് ഭൗമശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. 2013 ജൂണിൽ അതിശക്തമായൊരു പ്രളയം കേദാർനാഥിലുണ്ടായിരുന്ന കാര്യം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ഷേത്രത്തിന് പിന്നിൽ വന്നടിഞ്ഞൊരു ഭീമൻ കല്ല്, ഭീംശില, ആ ശിലയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ശിലയാണ് വെള്ളത്തിൻ്റെ ഒഴുക്ക് മാറ്റി വിട്ടതിനാൽ ക്ഷേത്രം അത്ഭുതകരമായിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം. ഈ ശിലയോട് കുറച്ച് മാറിയിട്ട് നമ്മുടെ ശ്രീ ശങ്കരാചാര്യരുടെ ഒരു പ്രതിമ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളത് വിട്ടുപോയി, കാണാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു. ഒരു 3 മാസത്തിന് ശേഷം നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി വന്നിട്ട് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ആ കാര്യം ഞങ്ങൾ അറിയുന്നത്. മെയ് മുതൽ ജൂൺ വരെയും സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ് സന്ദർശനത്തിന് ഏറ്റവും അനുയോജ്യമായിട്ട് പറയുന്നത്. ഈ സമയങ്ങളിൽ കാലാവസ്ഥ പൊതുവെ നല്ലതായിരിക്കും, അതുപോലെ ട്രക്കിങ്ങിനും അനുകൂലമായിരിക്കും. ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലഘട്ടം മൺസൂൺ കാലഘട്ടമാണ്. അപ്പോൾ നല്ല മഴയും മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാവും. ഞങ്ങൾ പോയപ്പോഴും മഴ കിട്ടി, മണ്ണിടിച്ചിലും ചെറുതായിട്ട് ഉണ്ടായിരുന്നു. ഒക്ടോബറിന് ശേഷം താപനില 0 പോകും, പിന്നെ നല്ല തണുപ്പായിരിക്കും. പിന്നെ ഇവിടെ പൂജ ചെയ്യുന്നത് കർണാടകയിലെ വീരശൈവ ലിംഗായത്ത് സമുദായത്തിൽപ്പെട്ട പുരോഹിതന്മാരാണ്. അവരെ പൊതുവെ റാവൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ ശൈത്യകാലത്ത് 6 മാസം ക്ഷേത്രം അടച്ചിടും. ആ സമയത്ത് ഭഗവാന്റെ പ്രതിഷ്ഠ ഉഖിമഠിലുള്ള ഓംകാരേശ്വര ക്ഷേത്രത്തിലേക്ക് മാറ്റി അവിടെയാണ് പൂജകൾ ചെയ്യാറുള്ളത്. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ശിവൻ്റെ ബാക്കി 4 ശരീരഭാഗങ്ങൾ തുംഗനാഥ്, രുദ്രനാഥ്, മധ്യമഹേശ്വർ, കൽപ്പേശ്വർ എന്ന് പറയുന്ന 4 സ്ഥലങ്ങളായിട്ടാണ്. കേദാർനാഥും കൂടി ഉൾപ്പെട്ട ഈ ഒരു യാത്രയെ പഞ്ചകേദാരങ്ങൾ എന്നാണ് വിളിക്കപ്പെടുന്നത്.
പിന്നെ ഇവിടെ പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത്, സാധാരണയായിട്ട് ഭക്തർക്ക് അമ്പലത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ആ വിഗ്രഹം അല്ലെങ്കിൽ ആ ശില തൊടാനുള്ള അനുവാദം ഉണ്ടാവുന്നില്ല. പക്ഷേ ഇവിടെ ഭക്തർക്ക് ശിലയിൽ തൊട്ട് വണങ്ങാനും അതുപോലെ ഭക്തർക്ക് നെയ്യ് അർപ്പിക്കാനും ശിലയിൽ പുരട്ടാനും അനുവാദം ഉണ്ടാവും. പിന്നെ കേദാർനാഥൻ പ്രതിഷ്ഠ മറ്റു ക്ഷേത്രങ്ങളെ പോലെ കൊത്തിയെടുത്തൊരു കല്ലായിട്ടല്ല വരുന്നത്. കാളയുടെ പുറകിലെ മുഴ ആകൃതിയിലാണ് ഈ ഒരു പ്രതിഷ്ഠ ഉള്ളത്. ഇത് പ്രകൃതിദത്തമായിട്ടുണ്ടായിരുന്നാൽ സ്വയംഭൂ എന്നാണ് വിളിക്കപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് റൂമിൽ പോയി നമ്മുടെ തിങ്സ് എല്ലാം പാക്ക് ചെയ്ത് തിരിച്ച് ഗൗരികുണ്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ കയറി വന്ന എല്ലാവർക്കും ഉണ്ടായിരുന്ന സംശയം തിരിച്ചെങ്ങനെ 18 കിലോമീറ്റർ നടന്നിറങ്ങും. കാരണം സൂരജിനും സൈന്യനും എന്തായാലും നടക്കാൻ പറ്റില്ല. ഞങ്ങൾക്കും ഹെലികോപ്റ്ററിൽ പോകാനുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. ചെന്നപ്പോൾ ബുക്കിങ്ങൊന്നുമില്ല, ഓൾമോസ്റ്റ് ഫുള്ളാണ്. അതുകൂടാതെ ഈ സൈന്യനും സൂരജിനും അവരുടെ വെയിറ്റ് 100 കിലോന് മേലെ ഉള്ളതിൻ്റെ പേരിൽ ഹെലികോപ്റ്ററിൽ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ഹെലികോപ്റ്ററിൻ്റെ ചാർജ് വരുന്നത് 3500 രൂപയാണ് പെർ പേഴ്സൺ. അതുകൂടാതെ അയാൾക്ക് 70 കിലോ മാക്സിമം വെയിറ്റ് അനുവദിക്കുകയുള്ളൂ. 70 കിലോയേക്കാളും കൂടുതലുണ്ടെങ്കിൽ ഓരോ കിലോയ്ക്ക് 150 രൂപ വെച്ചിട്ട് അവർ ചാർജ് ചെയ്യുന്നതാണ്. അതുകൂടാതെ ലഗേജിന് സെപ്പറേറ്റ് ചാർജ് ചെയ്യുന്നതാണ്. അപ്പോൾ സൈൻജേൻ്റെയും സൂരജിൻ്റെയും വെയിറ്റ് വെച്ച് നോക്കിയപ്പോൾ അവരുടെ ചാർജ് ഏകദേശം ഒരു 7000-8000 രൂപ അടുത്ത് വരും പെർ പേഴ്സൺ. അതവർക്ക് മുതലാവില്ലെന്ന് തോന്നി. ഫൈനലി കുതിരയ്ക്ക് തന്നെ പോകാമെന്ന് വെച്ചു. അങ്ങനെ ആരോഗ്യമുള്ള 4 കുതിരേനെ ഞങ്ങൾ സെലക്ട് ചെയ്ത് ഗൗരികുണ്ടിലേക്ക് തിരിച്ചു. അങ്ങനെ ഞങ്ങൾ ഗൗരികുണ്ട് എത്തി. ഇനി പാർക്കിങ്ങിലേക്ക് പോയിട്ട് വണ്ടി എടുത്ത് ഗുപ്തകാശിയിൽ ഞങ്ങൾ സ്റ്റേ ചെയ്ത റൂമിലേക്ക് പോകണം. ഇവിടെ നിന്ന് ഏകദേശം ഒരു 10-12 കിലോമീറ്റർ ഉള്ളൂ ഗുപ്തകാശിയിലേക്ക്. പിന്നെ കേദാർനാഥ് ഞങ്ങൾ വന്നത് കഴിഞ്ഞ എപ്പിസോഡുകളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡൽഹി വരെ ഫ്ലൈറ്റിന് വന്നിട്ട് ഡൽഹിയിൽ നിന്ന് ഹരിദ്വാറിലേക്ക് ട്രെയിന് വന്നിട്ട് പിന്നെ ഹരിദ്വാറിൽ നിന്ന് ബൈക്ക് റെൻറ്റിന് എടുത്തിട്ട് കേദാർനാഥ് ബദ്രിനാഥ് കറങ്ങാനായിരുന്നു ഞങ്ങളുടെ പ്ലാന്. വിമാനത്തിൽ ഡയറക്റ്റ് വരികയാണെങ്കിൽ അടുത്തുള്ള എയർപോർട്ട് എന്ന് പറയുന്നത് ഡെറാഡൂണിലെ ജോലി ഗ്രാൻഡ് എയർപോർട്ടാണ്. കേദാർനാഥിൽ നിന്ന് ഏകദേശം 238 കിലോമീറ്റർ ദൂരെയുള്ള എയർപോർട്ടാണ്. പിന്നെ ഏറ്റവും അടുത്തുള്ള താമസ സൗകര്യങ്ങൾ എന്ന് പറയുന്നത് ഗൗരികുണ്ട്, സോനപ്രയാഗ്, ഗുപ്തകാശി എന്നിവിടങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ ഗുപ്തകാശിയിൽ ഞങ്ങൾ താമസിച്ച റൂമിലേക്ക് എത്തി. അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു, തണുപ്പും. ഞങ്ങൾ കേദാർനാഥ് വിസിറ്റ് ചെയ്തത് ഓഗസ്റ്റ് സെപ്റ്റംബർ സമയത്താണ്. അപ്പോൾ ഈ സമയത്ത് മഴ കുറച്ച് കൂടുതലായിരിക്കും. അങ്ങനെ ഞങ്ങളിവിടെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ താമസിച്ച റിസോർട്ടിലെ ചേട്ടൻ പറഞ്ഞതനുസരിച്ചിട്ട് ഇവിടെ അടുത്തുള്ള ഒരു പഴയ ടെമ്പിൾ, 1 അല്ല 2 പഴയ ടെമ്പിളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അതായത് ഈ ക്ഷേത്രത്തിൻ്റെ പേര് നാരായൺകോടി ക്ഷേത്രം എന്നാണ്. ഏകദേശം 9-ാം നൂറ്റാണ്ടിലോ അതിനു മുമ്പോ ആണ് ഇത് നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നത്. ശരിയായ വഴി ഇത് തന്നെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. രാവിലെ തന്നെ ചെറിയ മഴയുണ്ടായിരുന്നു, അതുപോലെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു. ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് വീടിൻ്റെ സൈഡുകളിലായിട്ട് ഓറഞ്ച് മരങ്ങൾ, അതുപോലെ ലൈമ്, അതൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയാനുള്ളത് ഇവിടുത്തെ ആളുകളുടെ പെരുമാറ്റ രീതിയൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നടന്നപ്പോഴേക്കും ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തി. ഈ അമ്പലത്തിൻ്റെ പേര് നാരായൺകോടി ക്ഷേത്രം എന്നാണ്. അതായത് രുദ്രപ്രയാഗ് ഗൗരികുണ്ട് ഹൈവേയിൽ ഗുപ്തകാശിയിൽ നിന്ന് ഏകദേശം 2-4 കിലോമീറ്റർ അകലെയാണ് ഈ നാരായണൻകോടി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രങ്ങൾ ഏകദേശം 9-ാം നൂറ്റാണ്ടിലോ അതിനു മുമ്പാണ് നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ലക്ഷ്മി നാരായണാണ്. അതുകൂടാതെ നമ്മുടെ രാജ്യത്ത് 9 ഗ്രഹങ്ങൾക്കായിട്ട്, അതായത് നവഗ്രഹങ്ങൾക്ക് പ്രത്യേക ക്ഷേത്രമുള്ള ഒരേ ഒരു അമ്പലമാണത്. ഇതിൻ്റെ ഐതിഹ്യം എന്നാൽ മഹാഭാരത യുദ്ധത്തിന് ശേഷം ശിവനിൽ നിന്ന് പാപമോചനം തേടി പാണ്ഡവർ ഈ സ്ഥലം സന്ദർശിച്ചതായി ഐതിഹ്യമുണ്ട്. ശിവനെ കാണാൻ കഴിയാതെ വിഷമിച്ചിരുന്ന പാണ്ഡവർക്ക് ആശ്വാസം നൽകാനായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഉത്തരാഖണ്ഡിലെ ഈ ഭാഗത്ത് ഏകദേശം 360ഓളം ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നെന്നാണ് കരുതപ്പെട്ടിരുന്നത്. പക്ഷേ കാലക്രമേണ പ്രകൃതി ദുരന്തങ്ങളും മറ്റും കാരണം യഥാർത്ഥത്തിൽ 29 ക്ഷേത്രം മാത്രമാണ് ഇപ്പോൾ അവശേഷിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ ക്ഷേത്രങ്ങൾ മിസ് ചെയ്യാതെ നോക്കാം.
നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ലൊക്കേഷൻ വേണമെങ്കിൽ കമൻ്റായിട്ടൊന്ന് അറിയിച്ചാൽ മതി കേട്ടോ. ഈ ക്ഷേത്രത്തിൻ്റെ സമീപത്തൊരു ചെറിയ കുളം കാണാം. ആ കുളത്തിലേക്ക് നിർത്താതെ മലയിൽ നിന്ന് വെള്ളം ഒഴുകുന്നതായിട്ട് കാണാം. ഇത് ഉറവ് പറ്റാത്തൊരു കുളമായിട്ടാണ് കരുതപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ നാരായണൻകോടി ടെമ്പിൾ ദർശനം കഴിഞ്ഞിട്ട് നേരെ അപ്പുറത്തുള്ള വേറൊരു ചെറിയ അമ്പലം കൂടിയുണ്ട്. അത് സാക്ഷാൽ പരമശിവൻ്റെ അമ്പലമാണ്. അവിടെയും കൂടി പോയി ഒന്ന് തൊഴുത് തിരിച്ച് റൂമിലേക്ക് പോകണം. ഞങ്ങൾക്ക് ഈ യാത്രയിലുടനീളം അത്യാവശ്യം മഴ കിട്ടി. സെപ്റ്റംബർ പകുതിയോടുകൂടി മഴയുടെ ശക്തി കുറഞ്ഞിട്ട് ആകാശം തെളിയാൻ തുടങ്ങും. അപ്പോൾ ഏകദേശം ഹിമാലയത്തിൻ്റെ നല്ല ക്ലിയർ ആയിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. സെപ്റ്റംബർ പകുതിയോട് കൂടിയുള്ള കാലാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രക്കിങ്ങിന് നല്ല അനുകൂലമായിരിക്കും. അതുപോലെ കയ്യിൽ മറക്കാതെ റെയിൻകോട്ട് കരുതുക, തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ജാക്കറ്റ്, ഫസ്റ്റ് എയ്ഡ് മെഡിസിൻ എന്നിവയൊക്കെ കരുതേണ്ടതാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഉത്തരാഖണ്ഡിലെ പ്രകൃതി കാണാൻ നല്ല ഭംഗിയാണെങ്കിലും മേഘവിസ്ഫോടനം, ഉരുൾപൊട്ടൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ യാത്ര ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിരിക്കണം. അങ്ങനെ നാരായൺകോടി ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത അമ്പലത്തിലേക്ക് നടക്കുകയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ ശിവഭഗവാന്റെ പ്രതിഷ്ഠയുള്ള ഒരു പഴയ ക്ഷേത്രം. അപ്പോൾ ഇവിടെയും ദർശനം നടത്തിയിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവാണ്. ഇനി റൂമിൽ പോയിട്ട് ഞങ്ങളുടെ ലഗേജൊക്കെ പാക്ക് ചെയ്ത് ഇന്ന് തന്നെ ബദ്രിനാഥിലേക്ക് തിരിക്കണം. ബദ്രിനാഥിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ കുറച്ച് ഡേഞ്ചറസ് ആയിരുന്നു. കാരണം മോശമായ വഴികളും അതുപോലെ കുറച്ച് അഡ്വഞ്ചറും ആയിരുന്നു. ഞങ്ങൾ പോകുന്ന വഴികൾ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ അടുത്ത യാത്രാ വിശേഷങ്ങളുമായി നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. എല്ലാവരും ഞങ്ങളുടെ വീഡിയോയ്ക്ക് ആയിട്ട് കാത്തിരിക്കുക. നിങ്ങളുടെ സജഷൻസ് എല്ലാം ഞങ്ങൾക്ക് അറിയിക്കുക, കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബ്രേക്ക് ആൻഡ് റൈഡിൻ്റെ എല്ലാ എപ്പിസോഡും കാണുന്ന എൻ്റെ ചങ്ങാതികൾക്ക് ബൈ.